മോട്ടിവേഷണൽ സ്പീക്കറായ സൈമൺ സിനാക് തൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും റോഡ് റണ്ണേഴ്സ് ഓർഗനൈസേഷൻ നടത്തിയ ഒരു റണ്ണിംഗ് റേസിൽ പങ്കെടുത്തു. എല്ലാ ആഴ്ചയിലും നടത്തപ്പെടുന്ന ഈ റേസിൻ്റെ അവസാനം ആരെങ്കിലും എന്തെങ്കിലും സ്പോൺസർ ചെയ്യുന്നത് പതിവായിരുന്നു. ആപ്പിൾസോ ബേഗിൾസോ അങ്ങനെ എന്തെങ്കിലും. ഈ ഒരു ദിവസം റേസിൻ്റെ അവസാനം ബേഗിൾസാണ് കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടിരുന്നത്. പിക്നിക് ടേബിളെല്ലാം സെറ്റ് ചെയ്ത് ഒരു വശത്ത് വോളണ്ടിയേഴ്സും മേശ നിറയെ ബേഗിൾസ് അടങ്ങിയ ബോക്സുകളും മറ്റേ വശത്ത് റേസിൽ പങ്കെടുത്തവരുടെ നീണ്ട നിരയും ഫ്രീ ബേഗിൾസ് ലഭിക്കുന്നതിനായി. ഞാൻ പറഞ്ഞു, നമുക്കും പോയി ബേഗിൾസ് വാങ്ങാം. എന്നാൽ കൂട്ടുകാരൻ എന്നെ നോക്കി പറഞ്ഞു, ലൈൻ വളരെ വലുതാണ്. ഞാൻ പറഞ്ഞു ഫ്രീ ബേഗിൾ. എന്നാൽ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് ലൈനിൽ വെയിറ്റ് ചെയ്യേണ്ട. ഞാൻ വീണ്ടും പറഞ്ഞു ഫ്രീ ബേഗിൾ. കൂട്ടുകാരൻ വീണ്ടും പറഞ്ഞു, വേണ്ട, ലൈൻ വളരെ നീണ്ടതാണ്. നമുക്ക് രണ്ട് രീതിയിൽ ലോകത്തെ കാണാൻ സാധിക്കും. ചില ആളുകൾ അവർക്കെന്താണ് വേണ്ടത് അവയെ കാണുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാൻ തടസ്സമാകുന്ന കാര്യങ്ങളെ കാണുന്നു. ഞാൻ പതുക്കെ രണ്ടാളുകളുടെ ഇടയിലൂടെ 2 ബേഗിൾസ് ബോക്സിൽ നിന്നെടുത്തു. ആരും അസ്വസ്ഥരായില്ല. റൂൾ ഇതാണ്, നിങ്ങൾക്കെന്തു വേണം അതിൻ്റെ പിന്നാലെ പോകാം. എന്നാൽ മറ്റാർക്കെങ്കിലും വേണ്ട കാര്യത്തിന് തടസ്സവുമാകരുത്. നിങ്ങൾ ലൈനിൽ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ ചെയ്യാം. എന്നാൽ മറ്റാരുടെയും ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ തടസ്സമാകരുതെന്ന് മാത്രം.